ഹലോ ഹായ്. അപ്പോൾ തനൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാവുമെന്ന് അറിയില്ല. അപ്പോൾ അത് ആദ്യം വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അരി ഇട്ട് കൊടുത്ത് പിന്നെ രാവിലെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നാക്കി എടുക്കാനൊന്നുമില്ല, ഒന്ന് കഴുകിക്കൊണ്ട് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. കഷ്ണ മീനായിരുന്നു. പിന്നെ നമുക്ക് ചേമ്പ്, നമ്മൾ വീട്ടിലുണ്ടായിരുന്ന ചേമ്പാണ് കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ അച്ഛൻ കളഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയ തൊലികൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് തൊലി കളയാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. ഞാൻ തിളക്കിന് ഒരേ ചൊറിച്ചിലാവും കൈക്ക്. പിന്നെ കുറച്ച് തുണികൾ ഉണക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ കഴുകിയിട്ട് അപ്പം തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തു. മഴ പെയ്ത അന്നത്തെ ദിവസം പണിയൊന്നും ശരിക്കും നടക്കില്ല. പിന്നെ മുറ്റടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റേഷനരി അല്ലേ, അതൊരു തലയിളക്കുമ്പോഴേക്ക് പോകുമല്ലോ. അതിട്ട് വേറെ എവിടേക്കെങ്കിലും പോയാൽ നല്ല പണി കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വിറകൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അടുപ്പ് ഒഴിഞ്ഞപ്പോൾ വേഗം ചേമ്പ് കറി വയ്ക്കാൻ വിചാരിച്ചിട്ടോ. നമ്മുടെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുപ്പത്ത് തന്നെ വെക്കണം. കുറച്ച് മഞ്ഞൾ, ഉപ്പും, മുളക് പൊടി, തക്കാളീൻ്റെ കഷ്ണം, പച്ചമുളക് ഇട്ടിട്ട് വെച്ചു കേട്ടോ. ഗ്യാസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കറിയൊക്കെ ഗ്യാസിലാണ് വെക്കല്. ചോറ് മാത്രം അടുപ്പത്ത് വെക്കലായിരുന്നു. ഗ്യാസ് തീർന്ന സ്ഥിതിക്ക് ഇനി കറിയും ചോറൊക്കെ അടുപ്പത്ത് തന്നെയായിരുന്നു. നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറി കേട്ടോ. അപ്പോൾ പൊളിച്ചതൊക്കെ തേങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തേങ്ങ പൊളിക്കണം. തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ തനൂസ് വേഗം ഓടി വരും കേട്ടോ. തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളത് കുടിച്ചിട്ട് കളിക്കാൻ പോയി കേട്ടോ. പിന്നെ ഇതാകെ അച്ഛനുള്ള കഞ്ഞിവെള്ളം കേട്ടോ. അങ്ങനെ അത് കൊടുത്ത് തേങ്ങയൊക്കെ വേഗം ചിരകിയിട്ട് അരയ്ക്കാൻ നോക്കി. കറണ്ട് പോയാൽ പിന്നെ അതും പണിയാവും. പിന്നെ മീനിക്കുള്ള ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കാം കേട്ടോ. ചെറുള്ളിയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. വെല്ലുള്ളീൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ചെറുള്ളി വെച്ചിട്ടാണ് കൂടുതലും വയ്ക്കൽ. ഇതില്ലെങ്കിൽ മാത്രം വെല്ലുള്ളി എടുക്കും കേട്ടോ. ഇന്നിപ്പോൾ രണ്ടും കുറച്ചേ ഉണ്ടെന്നുണ്ട്, ചെറുള്ളിയും വെല്ലുള്ളി. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് കണ്ട് എടുത്തത്. അപ്പോഴേക്കും തനൂസ് കളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഹാജരായിട്ടുണ്ട് കേട്ടോ. ചേമ്പ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ അരച്ചതായിക്ക് ഒഴിച്ചുകൊണ്ട് കടുക് പൊട്ടിച്ചു കൊടുത്തു കേട്ടോ. തനൂസ് എന്നോട് ഇങ്ങനെ ചോദിക്കണ്ടേ, എന്നെ കുറച്ച് നേരം എടുക്കുമോ എന്നിങ്ങനെ ചോദിക്കണ്ടേ. പിന്നെ അവളെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നമുക്കൊരു മിഠായിയൊക്കെ കൊടുത്തുകൊണ്ട് ഒന്ന് സെറ്റാക്കി. പിന്നെ മീൻ വയ്ക്കാനുള്ള പരിപാടി നോക്കിയിട്ടോ. നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ സാധാ മീൻ വയ്ക്കുന്ന പോലെ തന്നെ. പുളി കുടംപുളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അത് ഒഴിച്ച് കൊടുത്ത് മീനും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അത് അവിടെ കിടന്ന് അങ്ങനെ വെന്തോട്ടെ. ഇനി ബാക്കിയുള്ള പണികളുണ്ട് കേട്ടോ. അടിക്കലും തുടക്കലും. ചില ദിവസങ്ങളിൽ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാവും. ചില ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര മടിയാവും, ഒന്നിനും തോന്നില്ല. പിന്നെ ഒക്കെ നമ്മൾ തന്നെ എടുക്കണ്ടേ. അപ്പം അതങ്ങനെ ഇതൊക്കെ തനൂസോളെ കളിപ്പാട്ടങ്ങളും പാവച്ചൂട്ടിയും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എടുത്ത് വയ്ക്കുമ്പോഴേക്കും അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. അവിടെ നടക്കുമ്പോഴേക്കും ഇപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ തുടക്കലും അടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തനൂസിനെ കുളിപ്പിക്കാൻ നോക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോഴത്തേക്ക് നമ്മൾ മീൻകറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തനൂസിനെ കുളിപ്പിച്ച്
നമുക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കും അവളുടെ ട്യൂടെക്സ് ഉണ്ടെന്നുണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാലിലും കയ്യിലും, കയ്യിൽ 2 കയ്യിലിടണം. അവൾക്ക് ചോറ് കൊടുത്തിട്ടോ. ചോറ് കൊടുക്കുമ്പോൾ ഭയങ്കര മടിച്ചാണ്, ചോറ് കഴിക്കുന്നില്ല. ആദ്യം അവളെ പാവച്ചുട്ടിക്ക് കുറച്ച് ചോറ് കൊടുത്തു, വെള്ളം കൊടുത്തു, എന്നിട്ടാണ് അവൾ കഴിച്ചത്.